രാജ്യത്ത് ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് മണ്ഡല പുനർനിർണയം. ജനസംഖ്യ ആനുപാതികമായി മണ്ഡല പുനർനിർണയം നടത്താനുള്ള ഡീലിമിറ്റേഷൻ ബില്ല് മറ്റന്നാൾ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കും. പിന്നീടുള്ള 2 ദിവസങ്ങളിൽ വലിയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ ഇപ്പോൾ തന്നെ ഇതിനെതിരെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് വലിയ എതിർപ്പ് ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ജനസംഖ്യ ആനുപാതികമായി മണ്ഡല പുനർവിഭജനം അത് തിരിച്ചടിയാകുമോ, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്നതാണ് ആശങ്ക. അതിനുള്ള കാരണമെന്നത് ജനസംഖ്യാ വളർച്ച പരിശോധിച്ചാൽ സീറ്റുകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വർദ്ധിക്കും എന്നത് തന്നെ. ഒപ്പം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കാര്യമായ മെച്ചം ഇതിലൂടെ ഉണ്ടാകാനും പോകുന്നില്ല. 71-ലെ സെൻസസിന് പകരം 2011-ലെ സെൻസസ് എടുത്താൽ സീറ്റുകൾ വർദ്ധിക്കും എന്നതാണ്. പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ച പോലെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ വലിയ അളവിൽ വർദ്ധിക്കുമെന്നതാണ്. ജനസംഖ്യ നിയന്ത്രിച്ച കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത് തിരിച്ചടിയായി മാറും. ലോക്സഭയിലെ ഈ 543-ൽ നിന്ന് 850 എന്ന നിലയിലേക്ക് സീറ്റ് വർധനയുണ്ടാകുമ്പോൾ കേരളത്തിൻ്റെ പ്രാതിനിധ്യം വളരെ ചെറുതായി മാറും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ഇനി രാജസ്ഥാനിൽ 100% വളർച്ചയാണ് രാജസ്ഥാനിലെ സീറ്റുകളുടെ എണ്ണത്തിൽ ഉണ്ടാവുക. ബീഹാറിൽ 98%, മധ്യപ്രദേശിൽ 79%, ഉത്തർപ്രദേശിൽ 79% സീറ്റുകളുടെ വർധന ഈ ഡീലിമിറ്റേഷൻ ബിൽ പാസ്സാകുന്നതിലൂടെ ഉണ്ടാകും. ഈ 4 സംസ്ഥാനങ്ങളായി ഏകദേശം 36% വർധനയാണ് ആകെ സീറ്റിൽ പ്രതിഫലിക്കുക. അങ്ങനെ 324 സീറ്റുകൾ ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം ലോക്സഭയിലേക്ക് എത്തിച്ചേരും. ദക്ഷിണേന്ത്യയിൽ നിന്ന് ആകെ 165 സീറ്റുകൾ മാത്രമേ ഉണ്ടാകൂ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ കേരളത്തിൽ തീർച്ചയായും നിലവിലെ സീറ്റ് എണ്ണമായ 20 എന്ന നിലയിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണ് ഉള്ളത്. കർണാടകയിൽ 46%, ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്ന് 29% വർധന, തമിഴ്നാട്ടിൽ 26% വർധന. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിന് മാത്രമാണ് ഏറ്റവും കുറവ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാകുന്നുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായാലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ ഇതിനോടകം തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ബിൽ സഭയിലെത്തുന്നു, ചർച്ചകൾ നടക്കുന്നു. കൂടുതൽ പ്രതിഷേധങ്ങളിലേക്കാണോ സമവായത്തിലേക്കാണോ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.